നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ചുരുക്കത്തിൽ. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യും. നടപടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. മരിച്ച 8ാം ക്ലാസ്സുകാരൻ മിഥുന്റെ മൃതദേഹം സംസ്കരിക്കുക നാളെ. മിഥുന്റെ മരണത്തിൽ പ്രതിഷേധിച്ച സംസ്ഥാനത്ത് ഇന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിൽ സംഘർഷം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക. ലഷ്കർ ഇ തൈബയുടെ ഉപസംഘടനയായ TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിന് വൻ നേട്ടം. ബ്രിട്ടീഷ് നാവികസേനയുടെ F-35 യുദ്ധവിമാനത്തിന്റെ പാർക്കിംഗ് ഫീസ് ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ലഭിക്കും എന്ന് റിപ്പോർട്ടുകൾ. 26,261 രൂപയാണ് ബ്രിട്ടീഷ് ജെറ്റിന്റെ പ്രതിദിന പാർക്കിംഗ് ഫീസ്. ഇത്തരത്തിൽ ജൂൺ 14 മുതൽ 35 ദിവസത്തേക്ക് ഏകദേശം 9.19 ലക്ഷം രൂപയാണ് ഈടാക്കിയിരിക്കുന്നതെന്ന് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ്ങിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുവാൻ കുടുംബത്തിന് മാത്രമാണ് അവകാശമെന്ന് കേന്ദ്ര സർക്കാർ. കുടുംബത്തിന് പുറമെ പവർ ഓഫ് അറ്റോർണിക്കും ചർച്ച നടത്താം. ഇവർക്ക് എല്ലാവിധ സഹായവും സർക്കാർ നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന ചർച്ച നടത്തിയാൽ മാറ്റമുണ്ടാകും എന്ന് കരുതുന്നില്ലെന്ന് അറ്റോർണി ജനറൽ R. വെങ്കിടരമണി സുപ്രീം കോടതിയെ അറിയിച്ചു. അതേസമയം ചർച്ചയ്ക്കായി നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുവാൻ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് സുപ്രീം കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ അറിയുവാൻ മലനാടൻ വോയിസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.